യുദ്ധം ആസന്നമായ ഒരു സാഹചര്യത്തിലാണ് ഇസ്രയേലിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോയത്. അദ്ദേഹത്തിന് അവിടുത്തെ സന്ദർശനത്തിന് ശേഷം വലിയ സ്വീകാര്യത ലഭിച്ചു. മാധ്യമങ്ങളിലൊക്കെ വാർത്തകൾ നിറഞ്ഞിരുന്നു. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ കേൾക്കുന്നത് അമേരിക്കയും ഇസ്രയേലും ചേർന്നിട്ട് ഇറാനെ ആക്രമിച്ചു എന്നുള്ളതാണ്. അപ്പോൾ മോദി അവിടെ ഇസ്രയേലിലേക്ക് ചെന്നതിന് പിന്നിൽ ഒരു അജണ്ട ഉണ്ടാവില്ലേ? ഇറാൻ ഇന്ത്യയുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്നതാണ്, ഇസ്രയേലുമായിട്ടും ഇന്ത്യ നല്ല ബന്ധം പുലർത്തുന്നതാണ്. എന്നിട്ടും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ എന്ത് രഹസ്യ ചർച്ചയായിരിക്കും അവിടെ നടത്തിയത്? അത് ലോകം ചർച്ച ചെയ്യുന്നൊരു കാര്യം തന്നെ ഇപ്പം സിനുജി ചോദിച്ചത്. ഇതിനകത്ത് യുദ്ധം അവർ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. അതിൻ്റെ സമയം മാത്രമാണ് ഫിക്സ് ചെയ്യാൻ ഉണ്ടായിരുന്നത്. അറിയാമല്ലോ, അത് കഴിഞ്ഞ 12 ദിവസത്തെ, ഇതിനു മുമ്പ് നടന്ന 12 ദിവസത്തെ യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഇറാൻ്റെ പോർവിളിയും അല്ലെങ്കിൽ മത്സരബുദ്ധിയോടുള്ള നിൽപ്പും, അമേരിക്കയുമായിട്ട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു ഖമേനി പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അപ്പം അവരുടെ ആ ഒരു അല്ലെങ്കിൽ അത്തരത്തിലൊരു പോർവിളിക്ക് പുറകിൽ ലോകത്തോട് ഉള്ള ഒരു പോർവിളിയും അല്ലെങ്കിൽ എന്തൊക്കെയോ സാധിച്ചിരിക്കുന്നു എന്നുള്ള ഒരു സിഗ്നലൊക്കെ ഉണ്ട്. അതായത് അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേൽ പറയുന്നത് പോലെ അവിടെ ആണവായുധം ഒരു 10 ദിവസം കൂടെ കഴിഞ്ഞാൽ ആണവായുധം ഉണ്ടാകുന്ന രീതിയിലേക്ക് ഇൻ്റലിജൻസ് റിപ്പോർട്ടോ അല്ലെങ്കിൽ അത്തരത്തിലേക്കായിരുന്നു കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞത്. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ആര് പറഞ്ഞാലും കേൾക്കാത്ത ഒരു ഇറാൻ ആയിരുന്നു നമുക്ക് കണ്ടുകൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതിനകത്ത് ഇസ്രായേലിൻ്റെ ഈ നീക്കം, ഇസ്രായേലിന് ആണ് ഇറാനെ അടിക്കേണ്ടത്. ഇറാനെ തീർത്തില്ലെങ്കിൽ ഇസ്രായേലിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കും. അതിന് അമേരിക്കയ്ക്ക് കൂട്ടുനിന്നേ മതിയാകത്തുള്ളൂ. വേറെ ആരുമില്ല സിനുജി അതിനകത്ത്. ഈ നമ്മൾ പറയുമ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ലോകത്തെ ഏറ്റവും വലിയ രാജ്യമാണ്. അവൻ്റെ ടെക്നോളജിയും അവൻ നിയന്ത്രിക്കുന്ന ലോകവും ഒക്കെ ഇന്നുള്ളൂ. പക്ഷേ ലോകക്രമത്തിൽ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഈ അമേരിക്കയുടെ ഭാഗമായിരുന്ന നാറ്റോയും യൂറോപ്യൻ രാജ്യങ്ങൾ, ഫ്രാൻസ് ഉൾപ്പെടെ ജർമ്മനി ഉൾപ്പെടെ GCC രാജ്യങ്ങൾ ഉൾപ്പെടെ പറഞ്ഞ് ഇറാനെ തൊടുന്നതിന് ഞങ്ങളുടെ മണ്ണ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. എൻ്റെ അർത്ഥം എന്തുവാ? ഒറ്റ രാജ്യങ്ങൾ ഒരുപക്ഷെ ഇറാനെ അടിക്കുന്നതിന്, അതായത് ഇസ്രായേലിനോട്, അമേരിക്കയോടല്ല ഇസ്രായേലിനോട് താല്പര്യമില്ല എന്ന് വേണം കരുതാൻ. ഇൻഡയറക്റ്റായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലിനോട് ഡയറക്റ്റ് പറയാൻ പറ്റത്തില്ല. ഇസ്രായേൽ പറഞ്ഞാൽ ഇസ്രായേൽ അടിക്കും, അല്ലെങ്കിൽ ഇസ്രായേലിനെ ആശ്രയിക്കാതെ ഈ GCC രാജ്യങ്ങൾക്ക് ഉൾപ്പെടെ നിൽക്കാൻ പറ്റത്തില്ല. എന്നാൽ അവനെ അവസരം കിട്ടിയാൽ നമുക്ക് കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ അവൻ അങ്ങനെ പോകണ്ട എന്നുള്ള മാനസികാവസ്ഥ. ഈ സമയത്ത് നരേന്ദ്രമോദി ഈ സമയത്ത് അവിടെ 2ാമത്തെ പ്രാവശ്യമാണെന്ന് തോന്നുന്നു അദ്ദേഹം അവിടെ ചെല്ലുന്നു. ഈ സമയത്ത് അവിടെ ചെല്ലണമായിരുന്നു. നരേന്ദ്രമോദി ചെല്ലുന്നു എന്ന് പറഞ്ഞപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ടോക്കിനകത്ത് പറഞ്ഞു, നെതന്യാഹു റോഡ് ഇറങ്ങി നിൽക്കുക, മോദിയെ നോക്കി. അതായത് അതിനകത്ത് വല്ലാത്തൊരു സിംബോളിക്കൽ സൈനുണ്ട്. ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യം, വിജയിച്ച് മാത്രം നിൽക്കുന്ന രാജ്യം, ലോകത്തെ അത്ഭുതപ്പെടുത്തി നിൽക്കുന്ന രാജ്യം, ഏറ്റവും ലോകത്തെ എല്ലാ രാജ്യങ്ങളും ആശ്രയിക്കുന്ന രാജ്യം, എക്കണോമിക്കൽ ഗ്രോത്തുള്ള രാജ്യം, ആയുധ വ്യാപാര രംഗത്ത് മുന്നേറുന്ന രാജ്യം, പ്രതിരോധ മേഖലയിൽ മുന്നേറുന്ന രാജ്യം, ഇതെല്ലാം തെളിയിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണല്ലോ. അപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ജിയോ പൊളിറ്റിക്സ് എന്താണ്, അതിനനുസരിച്ച് ലോകക്രമം മാറുന്നു എന്ന് പറയേണ്ട ഒരവസ്ഥയിലേക്ക് വരും. ഒരു പരിധി വരെ ട്രംപ് പോലും നിലത്ത് കിടന്ന് ഉരുണ്ടുപോയില്ലേ ഏറ്റവും അവസാനം? മനസ്സിലായില്ലേ? ട്രംപ് തല കുനിക്കേണ്ടി വന്നു. അല്ലെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യയോട് ഇഷ്ടമല്ലാഞ്ഞിട്ടായിരിക്കും ഏതവസരത്തിൽ നമുക്ക് പാരവെക്കും. പക്ഷേ ഇപ്പം കീഴ്പ്പെട്ടാണ് നിൽക്കുന്നത്. ആ ഒരു ജിയോ പൊളിറ്റിക്സിൽ നിൽക്കുന്ന ഒരു ശക്തനായ ഭരണാധികാരി എല്ലാവരും തള്ളി നിൽക്കുന്ന സമയത്ത് അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് ഒരു വർത്തമാനം പാർലമെൻറ്റിൽ പറഞ്ഞു, ഈ പറയുന്ന ഭീകരവാദത്തെയും തീവ്രവാദത്തെയും യാതൊരു കാരണവശാലും ഇന്ത്യ അനുകൂലിക്കുന്നില്ല. ഹമാസിൻ്റെ തിട്ടൂരങ്ങളോട് നമുക്ക് താല്പര്യമില്ല. ഇതിനകത്തെല്ലാം ഉണ്ടല്ലോ. അത്രയും പറയാനേ പറ്റത്തുള്ളൂ. ബാക്കി നമ്മുടെ ശൈലി എന്ന് പറഞ്ഞാൽ ചേരാൻ നയമാണ്. ഈ പറയുന്നത് പോലെ ഇറാൻ നമ്മുടെ സുഹൃത്താണ്, ഇസ്രായേൽ അതിനെക്കാട്ടി ഒരു സുഹൃത്ത്. ഇസ്രായേലും റഷ്യയൊക്കെ എന്ന് ചോദിച്ചാൽ എത്തരത്തിലുള്ള സുഹൃത്താണെന്ന് ഒരുപക്ഷെ കൂടപ്പറപ്പുകളുടെ കൂട്ടുള്ള രാജ്യമാണ്. ഇറാൻ നമ്മളുടെ കൂടെ നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ എല്ലാ കാര്യത്തിനകത്തും അനുകൂലിക്കുന്നില്ല. ഇറാൻ്റെ പ്രോക്സികളാണല്ലോ കാശ്മീരി വന്നത്. കാശ്മീരിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഹമാസ് ഗാന്ധിയത്തിന് വേണ്ടി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്ന ഇത് യുദ്ധം ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നതിന് ശേഷം, ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ ചെല്ലുന്നു, ഇറങ്ങുന്നു. ഈ പ്രസിഡന്റ് സമയത്ത് അവിടുന്ന് അദ്ദേഹത്തെ കയറ്റി ഇന്ത്യയിൽ വന്ന് ഇന്ന് ഇറങ്ങി എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം യുദ്ധം പൊട്ടിപ്പുറപ്പെടും. ആ യുദ്ധം ഈ അടുത്ത ദിവസങ്ങളിലങ്ങ് നീങ്ങത്തില്ല. വേറൊരു കാര്യം കൂടെ സിനുജി ശ്രദ്ധിക്കണം. ഖമേനിയെ വധിച്ചതിനകത്ത് യാതൊരു
ശരിയല്ല ശരിയാണെന്നോ അല്ലെങ്കിൽ അപലപിക്കുകയോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. ശ്രദ്ധിച്ചാൽ ഇന്നേരം വരെ ചെയ്തിട്ടില്ല. നമ്മൾ ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ അവിടുത്തെ വിദേശകാര്യമന്ത്രിയെ വിളിച്ചിട്ടുണ്ട്, ഇസ്രായേലിൽ വിളിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ യു എ വിളിച്ചിട്ടുണ്ട്, വിദേശ രാജ്യങ്ങളിൽ GCC രാജ്യങ്ങളിലെല്ലാം നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്. അതായത് യു എയിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്കകത്ത് നമ്മൾ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. യു എയിൽ നടക്കുന്ന വിഷയങ്ങൾക്കകത്ത് നമ്മൾ ആശങ്ക രേഖപ്പെടുത്തുന്നത് നമ്മുടെ 1 കോടിയോളം വരുന്ന ജനങ്ങൾക്കപ്പുറം യു എ ഇപ്പോൾ ആക്രമിക്കുന്നവരാ. ഇറാനാണോ ആക്രമിക്കുന്നത്? എന്തിനാണ് ആക്രമിക്കുന്നത്? അതിലിപ്പോൾ ആ ഒരു ചോദ്യത്തിലേക്ക് ഒരു കാര്യങ്ങൾ ലോകം മൊത്തം ചോദിക്കുക. ഇറാനെ അടിക്കുന്നതിന് വേണ്ടി അവരാരും ബേസുകൾ കൊടുത്തിട്ടില്ല. അമേരിക്ക താല്പര്യപ്പെട്ടിട്ട് പോലും കൊടുത്തില്ല. ഇസ്രായേലിൻ്റെ താല്പര്യം സംരക്ഷിച്ചില്ല. എന്നിട്ട് എന്തിനാണ് അടിക്കുന്നത്? അപ്പം അപ്പം അമേരിക്ക പറഞ്ഞത് ഇസ്രായേൽ പറഞ്ഞതും ശരിയാണല്ലോ. ഇവരുടെ പണി ഇതാ, അവർ മാത്രം മതി, അവരുടെ തിട്ടൂർ അല്ലെങ്കിൽ ലോകം മൊത്തം അശാന്തിയിലേക്ക് പോട്ടെ, ലോകം മൊത്തം നശിച്ചു പോട്ടെ എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളല്ലേ വരുന്നത്. തുർക്കിക്ക് പോലും, തുർക്കി ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രോക്സിക്കെല്ലാം പൈസ തുർക്കി ആക്രമിച്ചല്ലോ. എനിക്ക് തോന്നുന്നു F-15 അവിടുന്ന് അടിച്ചിട്ടത്. അപ്പം ആ രീതിയിലേക്കുള്ള കാര്യം. അപ്പം നരേന്ദ്രമോദി എന്തോ അവിടെ ചെല്ലുന്നതിനകത്ത്, അവിടെ ഇറങ്ങിയതിനകത്ത്, ഒരുപക്ഷെ അവരുടെ സംസാരത്തിനകത്ത് എന്തൊക്കെ തീരുമാനങ്ങളുണ്ട് അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഇതുവരെ ഇതിനകത്ത് ഇപ്പം പറയുമ്പോഴും അല്ലെങ്കിൽ സമാധാനത്തിലേക്ക് പോകണം എന്നൊക്കെ പറയുമ്പോഴും ഇതിനകത്ത് വേണ്ട വിധത്തിൽ നമ്മൾ പറയുന്നില്ലേ, കൃത്യമായ ഒരു അപലപിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. പക്ഷേ മോദി സംസാരിക്കുന്നുണ്ട്, റഷ്യയായിട്ട് സംസാരിക്കുന്നുണ്ട്, ഒരുപക്ഷെ ഇസ്രായേലായിട്ട് സംസാരിക്കുന്നുണ്ടാവും. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഏതായാലും മോദി പറഞ്ഞ രഹസ്യം ഹമാസിനെ ഇതിനകത്ത് ഉണ്ടാവണ്ടെന്ന് പരസ്യമായിട്ട് പറയുമ്പോൾ ഇറാൻ്റെ ഈ പോക്കിനകത്ത് നാളെക്കാലത്ത് ഇറാൻ ആണവായുധം വികസിപ്പിച്ചാൽ, ഇറാൻ അത് പ്രോക്സികൾക്ക് കൊടുത്താൽ, അത് കാശ്മീരിൽ വരെ വരാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു വർത്തമാനം അവിടെ നടന്നിട്ടുണ്ട്, ഒരു ആലോചന അവിടെ നടന്നിട്ടുണ്ട്. ഇതിന് ശേഷം ഇറാന് ശേഷം ഒരുപക്ഷെ നരേന്ദ്രമോദി ഉദ്ദേശിക്കുന്നത് ഇതുപോലെ ത്രട്ടായിട്ടുള്ള, ലോകത്തിന് ആശങ്കയായിട്ടുള്ള, ഛിന്നഭിന്നമായിക്കൊണ്ടിരിക്കുന്ന ഭീകരവാദികളുടെ കയ്യിലേക്ക് പോകുന്ന ഒരു രാജ്യമുണ്ട്, പാകിസ്ഥാൻ. ആ രാജ്യത്തിനകത്ത് ഇന്ന് ലോകത്ത് ആണവായുധം ഉണ്ട് എന്ന് ലോകത്തറിയാവുന്ന രാജ്യം, ആണവ രാജ്യം എന്ന് അവകാശപ്പെടുന്ന രാജ്യം. ആ രാജ്യത്തിൻ്റെ ഈ പോക്കുപോയ ആ രാജ്യത്തിൻ്റെ സേഫ്റ്റി എന്തോ? അപ്പോൾ ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഒക്കെ ഉരുത്തിരിയുന്നുണ്ട്. ഇത് ഇന്നും ഒരു നാളെയും ഒന്നും തീരുന്ന ഒരവസ്ഥയില്ല. ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നു ഇറാന് ഈ പറയുന്ന ഒരു റെസ്യൂം ചേഞ്ച്. ഇപ്പം നമ്മൾ ഖമേനിയെ കൊന്നെന്ന് പറഞ്ഞ് ആഹ്ലാദിക്കേണ്ട. അവർ പറയുന്നുണ്ട് ഖമേനിയെ കൊന്നുകൊണ്ട് ഒരു കാര്യമില്ല, ഖമേനിയെ കൊന്ന ആ വികാരത്തെ ഞങ്ങൾ നിന്നെ എല്ലാം തീർക്കും. അപ്പോൾ ഖമേനിയെ കൊന്നാൽ പോരാ, ഖമേനി ഉണ്ടാക്കി വെച്ച സിസ്റ്റം മാറണം, അടിച്ചമർത്തൽ മാറണം, ലോകത്തെ നശിപ്പിക്കുന്ന മാനസികാവസ്ഥയുള്ള ഭരണകൂടത്തെ മാറണം. അപ്പം അത് മാറ്റുന്നിടം വരെ ഇസ്രായേലും അമേരിക്കയും ഒക്കെ ഉണ്ടാതിരിക്കും എന്ന് തോന്നുന്നില്ല. അപ്പം പറഞ്ഞു വന്നത്, ഇസ്രായേലിന് വേണ്ടി ഇന്ന് ലോകത്തോട് വിളിച്ചോതി അല്ലെങ്കിൽ ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് നെഞ്ചി വിരിച്ച് നിൽക്കാനുണ്ടായിരുന്ന ഒറ്റ രാജ്യം അമേരിക്ക കൂടെ നിൽക്കണം, ഇന്ത്യ മഹാരാജ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അധികാരത്തിലേറ്റതിന് ശേഷമാണ് ഇസ്രായേലുമായിട്ട് നമുക്ക് നല്ല ബന്ധം ഉണ്ടാകുന്നത്. അതിനു മുമ്പ് നമ്മൾ ഇപ്പം കോൺഗ്രസ് ഭരണകാലത്തൊക്കെ പാലസ്തീനെ അനുകൂലിക്കുന്ന ഒരു നിലപാടാണ്. അത് മാറിയിട്ട് ഇസ്രായേലുമായിട്ട് നല്ല ബന്ധം മോദി വന്നതിന് ശേഷമാണ്. മാത്രമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഒരാൾ അവിടെ സന്ദർശിച്ചാരെന്ന് വെച്ചാൽ അത് നരേന്ദ്രമോദിയാണ്. അപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വളരെ കൂടുതലാണ്. ഈ നെതന്യാഹു തന്നെ കഴിഞ്ഞ ഡിസംബറിൽ ഇന്ത്യയിൽ വരായിരുന്ന അന്നാണ് ഇവിടെ ആക്രമണം ഉണ്ടായിട്ട് വരവ് മാറ്റിവെച്ചത്. അതിനുശേഷം ഈ ജനുവരിയിൽ അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ അല്ലെങ്കിൽ മാർച്ചിൽ നെതന്യാഹു ഇന്ത്യയിലേക്ക് എത്തും. ഇതാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇതിനിടയ്ക്ക് നെതന്യാഹു അവിടുത്തെ ജൂതന്മാരെ അഭിസംബോധന ചെയ്തപ്പോൾ പറയുന്നു 145 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്തെ ഹീറോ നമ്മുടെ നാട്ടിലേക്ക് വരുന്നു, നമ്മുടെ പാർലമെൻറ്റിനെ നെസറ്റിനെ അഭിസംബോധന ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറയുന്നു. അന്നേരമാണ് ഇന്ത്യയിലെ മാധ്യമങ്ങൾ പോലും ഈ വാർത്ത അറിയുന്നത്. പക്ഷേ പ്ലാനിംഗ് ഒക്കെ വളരെ കൃത്യമാണ്. കാരണം മോദി ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ എത്രയോ മുമ്പേ ആസൂത്രണം നടത്തണം, എത്രയോ മുമ്പേ മീറ്റിങ്ങുകളൊക്കെ അറേഞ്ച് ചെയ്യണം, എല്ലാം ചെയ്തു വെച്ചു. അതിനുശേഷമാണ് മോദി അവിടെ ചെല്ലുന്നത്. ഈ മോദി ചെല്ലുമ്പോൾ യുദ്ധസമാനമായ ടെൻഷൻ നിലനിൽക്കുകയാണ്. അത്തരം സാഹചര്യത്തിൽ റിസ്ക് പിടിച്ചാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ ചെല്ലുന്നത്. അപ്പോൾ മോദിക്ക് അറിയാം അവിടെ എന്ത് സംഭവിക്കുമെന്ന്, നെതന്യാഹുവിന് അറിയാം എന്താ കാര്യമെന്നും. ഇനി ഇവരവിടെ ചെല്ലുന്ന സമയത്താണ് ആക്രമണമെങ്കിൽ മോദി ശരിക്കും ഇസ്രായേലിൽ പെട്ടുപോയൊരവസ്ഥ ഉണ്ടാവുമല്ലോ. അപ്പോൾ ട്രംപ് ആയിക്കോട്ടെ നെതന്യാഹു ആയിക്കോട്ടെ ഇത്തരം കാര്യങ്ങളൊക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയുമായിട്ട് വിശദീകരിച്ചു. അതുകൊണ്ടാണ് ഒരാഴ്ച മുമ്പ് മോദി പറയുന്നത് ഇറാനിലുള്ള ഇന്ത്യക്കാർ എത്രയും പെട്ടെന്ന് ആ രാജ്യം വിടണം, അവിടെ യുദ്ധ സാഹചര്യം ഉണ്ടാകുന്നു, ഇതൊക്കെ പറയുകയും ചെയ്തു. അപ്പം മോദി അവിടെ ചെല്ലുന്നു, ചില കാര്യങ്ങൾ നെതന്യാഹു മോദിയോട് പറയുന്നു. ഇന്ത്യക്ക് ഇറാനുമായിട്ട് വിരോധമൊന്നുമില്ല. ഇന്ത്യ എത്രയോ കാലമായിട്ട് ഇറാനുമായിട്ട് ഓയിൽ ബന്ധമുണ്ട്, എണ്ണ വാങ്ങുന്നു, എണ്ണ കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുന്നു, ഇതെല്ലാം തന്നെയുണ്ട്.
എന്നിട്ടും ഇറാൻ്റെ ചില നിലപാടുകളോട് നമുക്ക് വിയോജിപ്പായിരിക്കും. ചിലപ്പോൾ അവിടുത്തെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമനയുടെ ആ നിലപാട്, കാരണം അവിടുത്തെ ഈ ഒരു മുസ്ലിം മത മേധാവിത്വം എന്താ അടിച്ചേൽപ്പിക്കുന്ന കുറേ നിയമങ്ങളുണ്ട്. അതുകൊണ്ടാണ് റിജിം ചേഞ്ച് വേണമെന്ന് പറയുന്നത്. അങ്ങനെ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഈ മത നേതൃത്വം മാറി ജനാധിപത്യപരമായ ഒരു സർക്കാർ വരുമായിരിക്കാം. അതുകൊണ്ട് ഇന്ത്യ മിണ്ടായിരുന്നു. ഇപ്പോഴും ഇന്ത്യ എന്തുകൊണ്ട് മിണ്ടുന്നില്ല? ഇന്ത്യക്കുള്ളിൽ തന്നെ പ്രശ്നമാണ്. യുദ്ധം അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ ഈ പറയുന്ന നെതന്യാഹുവിനൊപ്പം അല്ല നമ്മൾ നിൽക്കേണ്ടത് ഇറാനൊപ്പമാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇന്ത്യ ഔദ്യോഗികമായിട്ട് യാതൊന്നും പറഞ്ഞിട്ടില്ല. യുദ്ധം അവസാനിപ്പിക്കണം, യുദ്ധം ഉണ്ടാകാൻ പാടില്ല, യുദ്ധത്തോട് ഇന്ത്യക്ക് യോജിപ്പില്ല എന്നുള്ള ഒരു ഒഴുക്കൻ മറുപടി മാത്രമാണ് നമ്മൾ നിലകൊള്ളുന്നത്. അപ്പോൾ നാളെയൊക്കെ ചർച്ച വരുന്നത് ഒരുപക്ഷെ മോദി ഈ ഇസ്രായേലിൽ ചെന്നപ്പോൾ ഇക്കാര്യങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നു, എന്നിട്ടും മോദി മിണ്ടിയില്ല, അല്ലെങ്കിൽ ഇറാനെ ആക്രമിക്കുന്ന കാര്യം മോദി എന്തുകൊണ്ട് വെളിപ്പെടുത്തിയില്ല, ഇത്തരം കാര്യങ്ങളൊക്കെ ഇനി പുറത്തേക്ക് വരാനിരിക്കുന്നുള്ളൂ. അപ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിൽ മോദിയോട് അറിഞ്ഞു തന്നെയാണ് ഖമേനി ഉൾപ്പെടെ ഉള്ളവരുടെ വധം എന്ന് വിചാരിക്കേണ്ടി വരും. ഇന്ത്യ അറിഞ്ഞിരുന്നു, തീരുമാനിച്ചിരുന്നു, അനുവാദം കൊടുത്തിരുന്നു.